അല്ല ഇതാര് ജോസേട്ടനോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. തിരക്കല്ലേ ചേട്ടാ? എന്തായാലും ഞാൻ വീട്ടിൽ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടത് നന്നായി. പിന്നെ ഇത്തവണയും ഞാൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ അതാണപ്പൊ കാര്യല്ലേ? എന്നാ മോൻ ഇക്കാര്യത്തിന് അധികം സമയം കളയണമെന്നില്ല. അതെനിക്കറിയാം. നമ്മളൊക്കെ പാരമ്പര്യമായി തന്നെ നമ്മുടെ പാർട്ടിക്കാരല്ലേ. ഇത്തവണയും മറക്കരുത് കേട്ടോ. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഒന്നും മറക്കരുത് കേട്ടോ. ഇക്കാര്യം പറയാൻ പറ്റിയ സ്ഥലത്ത് വെച്ച് തന്നെയാ നിന്നെ കണ്ടതും. എന്തെല്ലാം നിങ്ങൾ പറയണത്? എല്ലാം നിങ്ങളുടെ കൂട്ടര് മറന്നൂല്ലേ? ഈ ടോൾ പ്ലാസയില് നമ്മൾ എല്ലാവരെയും കൂട്ടി സമരത്തിനിറക്കിയത് ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ പൊരിച്ചടക്കിയ സമരമല്ലേ? എന്നിട്ടിപ്പോ ഈ ടോളിൽ ഞങ്ങൾ പെടാപ്പാട് വിടുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? പാലിയക്കര സമാന്തര പാത അവർ മൂടിക്കെട്ടി, ടോളിന്റെ റേറ്റും കുത്തനെ കൂട്ടി, പ്രളയത്തിൽ കേടായ കാറു മാറ്റി പഴയതൊന്ന് വാങ്ങുമെന്ന് വിചാരിച്ചപ്പോ നമുക്കുള്ള പാസ് അവർ നിർത്തലാക്കി. ഇവിടെ നാമ്പല്ലൂർ കഴിഞ്ഞ് പുതുക്കാട് വരെ ബ്ലോക്ക് ഉണ്ടാക്കി അവർ നാട്ടുകാരെ പിഴിയെന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തോ? ഇപ്പോ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കണമെങ്കിൽ ഫാസ്ടാഗ് എടുക്കണമെന്ന് ഉത്തരവ് ഇറക്കിയിരിക്കണം. അയ്യോ ചേട്ടാ, അത് കേന്ദ്ര സർക്കാരല്ലേ, ഞങ്ങളല്ലല്ലോ. കേന്ദ്ര സർക്കാർ ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും തനിനിറം ഞങ്ങൾക്ക് മനസ്സിലായി. നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി കഴിഞ്ഞ കൊല്ലം സമരത്തിനിറങ്ങിയപ്പോ അത് പൊളിക്കാനായി നോക്കിയവരല്ലേ നിങ്ങൾ? എന്നിട്ട് പേരിനൊരു പത്രസമ്മേളനവും സമരവും. നാണമില്ലേ നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചോദിച്ചു വരാൻ? അല്ല ജോസേട്ടാ, എന്നിട്ട് നിങ്ങൾ മറ്റവർക്ക് കുത്താൻ പോവാ? ഒരു മറ്റവർക്കും ഇല്ല, മറിച്ചവർക്കും ഇല്ല. ഇത്തവണ നമ്മുടെ വാർഡിൽ സ്വതന്ത്രനായിട്ട് ആ രമേശൻ നിൽക്കണമെന്ന് കേട്ടു. ഇത്തവണ അങ്ങനെ നിൽക്കുന്നവർക്കാ ഞങ്ങളുടെ വോട്ട്. എന്നാൽ നമ്മുടെ ബ്ലോക്കിലേക്ക് സെർല ചേച്ചി ഒന്ന് പരിഗണിക്കണം. ഇത്തവണ ഇങ്ങനെയുള്ള ഒരു കാര്യവും നീ പ്രതീക്ഷിക്കേണ്ട. സ്വതന്ത്രമാരില്ലാന്ന് വെച്ച് നിങ്ങൾ 3 മുന്നണികൾക്കും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് തീരുമാനം. LDFും UDFും NDAയും അല്ലാതെ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നോട്ടയ്ക്ക് കുത്തും. നിങ്ങളെല്ലാം ഒറ്റക്കെട്ട അധിയന്മാര്. ടോളുകാരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി നാട്ടുകാരെ പറ്റിക്കണ ഒരു മുന്നണിക്കാര്. ഈ പാസിന്റെ വിഷയത്തിലെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഈ ഇലക്ഷന് മാത്രമല്ല ഇനി ഞങ്ങളുടെ എല്ലാ തിരഞ്ഞെടുപ്പിനും ഇങ്ങനെ തന്നെ ചെയ്യാനാ തദ്ദേശ ട്രോൾ വിരുദ്ധ മുന്നണിയുടെ തീരുമാനം. കൊള്ള മുന്നണികൾക്ക് ഇത്തവണ വോട്ടില്ല. സ്വതന്ത്രന് ഇല്ലെങ്കിൽ നോട്ടയ്ക്ക്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം പൊളിച്ചടക്കുക. ട്രോൾ കമ്പനികളുടെ കൊള്ള മുതലിന്റെ പങ്ക് പറ്റുന്ന BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ബഹിഷ്കരിക്കുക. തദ്ദേശീയ ട്രോൾ വിരുദ്ധ ജനകീയ മുന്നണി, പാലിയേക്കര.